അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠന സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറ അൻ-നിസാഇൻ്റെ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സൂറ അൻ-നിസാഉമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമാണ് സൂറ അൻ-നിസാ. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സിഫാത്ത് എന്ന് പറയും, വിശേഷണങ്ങൾ. സൂറത്തു നിസാഇൻ്റെ വിശേഷണങ്ങൾ ഒരു പക്ഷേ ഈ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ അധ്യായം എടുക്കുന്ന അതിൻ്റെ ആമുഖത്തിൽ നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാകും. സൂറത്തുൽ ബഖറ ഖുർആനിലെ വലിയ അധ്യായമാണ് എന്ന് പരിചയമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. സൂറത്തു നിസാ അതും വലിയ ഒരു അധ്യായമാണ്. അത്വൽ എന്നാണ് അതിൻ്റെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കുക. കാരണം 170-ലധികം വചനങ്ങളുള്ള ഒരു അധ്യായമാണ് സൂറത്തു നിസാ. സൂറ നിസായിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പേര് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആമുഖത്തിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഖുർആനിന് ഒരുപാട് പേരുകളുണ്ട്. ഖുർആൻ മുബീനാണ് എന്ന് പറയുന്നുണ്ട്. ഖുർആൻ അത് റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന പരാമർശമുണ്ട്. ഖുർആൻ ഷിഫാ, ശമനമാണ് എന്ന പരാമർശമുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് ഒരുപാട് വിശേഷണങ്ങൾ, നാമങ്ങൾ അതിന് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ സൂറത്തു നിസാഇൽ ഖുർആനിനെ പറ്റി പറയുന്നുണ്ട്, നൂറൻ മുബീന, ഇത് വ്യക്തമായ ഒരു വെളിച്ചമാണ്. ഖുർആനിന് അള്ളാഹു നൽകുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ പല പേരുകളിലെ ഒരു പേരാണ് നൂറ് എന്ന് പറയുന്നത്. ആ നൂറിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം എനിക്കും നിങ്ങൾക്കും അറിയാം. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചമെന്നാണ്. നൂറിന് വേണ്ടി നൂറ് എന്ന പദത്തിലെ അക്ഷരങ്ങൾ നമ്മൾ എണ്ണിയാൽ ആ അക്ഷരങ്ങൾ 3 അക്ഷരങ്ങളാണ് അതിന് കാണാം. നൂറ് എന്നതിന് നൂന്, വാവ്, റാ, ഇത് 3 അക്ഷരങ്ങളുള്ളത്. അത് വെളിച്ചമാണ്. ഇനി അഗ്നിക്ക്, തീക്ക് എന്താ പറയുക എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം, അതും 3 അക്ഷരങ്ങൾ തന്നെയാണ്. നൂറിന് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നൂറിന് നമ്മൾ പറയുന്ന അതേ അക്ഷരങ്ങൾ തന്നെയാണ്. നാറ് എന്നാണ് പറയുക. നൂന്, അലിഫ്, റാ. ഈ അലിഫും വാവിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അത് തമ്മിലൊരു യോജിപ്പുണ്ട്. അപ്പം നൂറിലെയും നാറിലെയും ഉള്ള അക്ഷരങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആദ്യം അക്ഷരം നൂനാണ്, അവസാനത്തെ അക്ഷരം റാ ആണ് രണ്ടിലും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന അക്ഷരം ഏതാ? അതിന് രണ്ടിൻ്റെയും ഇടയിൽ വരുന്നത് ഒന്ന് അലിഫാണ്, ഒന്ന് വാവാണ്. എന്താണ് അലിഫും വാവും തമ്മിലുള്ള ബന്ധം? അലിഫ്, വാവ്, യാ, ഇത് 3ഉം അറബിയിൽ മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്. ദീർഘത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ്. ആ എന്ന ശബ്ദം കിട്ടാൻ വേണ്ടിയാണ് അലിഫ് ഉപയോഗിക്കുക. ഉ എന്ന ശബ്ദം ലഭിക്കാനാണ്, ഉകാരത്തിൻ്റെ ശബ്ദം ലഭിക്കാനാണ് വാവ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാറും നൂറും, അല്ലെങ്കിൽ നൂറും നാറും. നൂറ് എന്നുള്ളത് പ്രഭയാണ്, വെളിച്ചമാണ്. നാറ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ കരിച്ചു കളയുന്ന അല്ലെങ്കിൽ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന തീയെപ്പറ്റിയാണ് പറയുന്നത്. അപ്പം അലിഫും വാവും മാത്രമാണ് ഈ 2 പദങ്ങൾക്കുമിടയിലുള്ള വേർതിരിവായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിശുദ്ധ ഖുർആൻ അത് നാറിൽ നിന്ന് മനുഷ്യരെ നൂറിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആനിനെ നൂറൻ മുബീന, വ്യക്തമായ വെളിച്ചം എന്ന് വിശുദ്ധ ഖുർആനിനെ പറ്റി തന്നെ പരാമർശിക്കുന്നത്. അപ്പോൾ ഖുർആൻ വെളിച്ചമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖുർആനിലെ എത്ര ആയത്തുകളിൽ
അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ വെളിച്ചമാണ് എന്ന് പറയുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ വചനം ഖുർആനിലെ തന്നെ സൂറ നിസായിലെ നിങ്ങൾ പഠിക്കാനുണ്ടാകും, 96 97 ആയത്ത് വരെ എത്തിയെന്നാണ് പറഞ്ഞത്. സൂറത്തു നിസായിലെ 174-ാമത്തെ വചനാണ്. എന്താണ്? വ അൻസൽന ഇലൈക്കും നൂറം മുബീന. വ അൻസൽന നാം ഇറക്കിയിട്ടുണ്ട്, ഇലൈക്കും നിങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് നാം ഇറക്കി, നൂറം മുബീന അത് വ്യക്തമായ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ കവച്ചു വെക്കാൻ, അല്ലെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ മുകളിൽ വരാൻ വേറൊരു വെളിച്ചമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചമെന്ന് പറയുന്നത് അവൻ്റെ സാമ്പത്തിക ഇടപാടാകട്ടെ, അവൻ്റെ കുടുംബജീവിതമാകട്ടെ, അവൻ്റെ മറ്റ് വ്യവഹാരങ്ങളാകട്ടെ, അവിടെയൊക്കെ അവന് വെളിച്ചമായി മാറേണ്ടുന്ന ഒന്ന് അത് വിശുദ്ധ ഖുർആനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ ഖുർആൻ വെളിച്ചമാണ് എന്ന് ഖുർആൻ പറയുന്ന ഒരു വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായത്തിലെ 174-ാമത്തെ വചനമാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, അടുത്തത് എവിടെയാണ്? സൂറത്തുൽ അഅ്റാഫ്. ഖുർആനിലെ 7-ാം അധ്യായമാണ് സൂറ അൽ അഅ്റാഫ്. അതിലെ 157-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, വത്തബഉൻ നൂർ, നിങ്ങൾ പിന്തുടരണം. വത്തബഉ, നിങ്ങൾ ഫോളോ ചെയ്യണം. ഏതിനെയാണ് ഫോളോ ചെയ്യേണ്ടത്? അന്നൂർ. ഏതാണ് അന്നൂർ എന്ന് പറഞ്ഞാൽ? അതിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം അൽ ഖുർആൻ, അത് ഖുർആനാണ്. ആ നൂർ ഏതാണ്? അല്ലദീ ഉൻസില മഅഹു, പ്രവാചകനെ, അദ്ദേഹത്തിന് നാം ഇറക്കിയിട്ടുള്ള, അവതരിപ്പിച്ചിട്ടുള്ള ആ ഖുർആൻ എന്ന് പറയുന്ന നൂറിനെ, വെളിച്ചത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്, നമ്മൾ പിന്തുടരേണ്ടത് എന്ന് അള്ളാഹു പറയാണ്. അങ്ങനെ ആ വെളിച്ചത്തെ പിന്തുടരുന്നവൻ ആരാണോ, ഉലായിക ഉമുൽ മുഫ്ലിഊൻ, ആ കൂട്ടരാണ് യഥാർത്ഥ വിജയികൾ. അപ്പോൾ സാധാരണ വിജയം എന്നതിന് അറബിയിൽ നമ്മൾ പല പദങ്ങളും പറയാറുണ്ട്. അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയം എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഫലാഹാണ് ആ പദത്തിൻ്റെ നൗണ്. അപ്പം അതുപോലെ തന്നെ ഫാസ, അതും വിജയിച്ചു എന്നുള്ളതാണ്. അതേപോലെ നജ, രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ ഓരോ സന്ദർഭത്തിലും അതിൻ്റെയൊക്കെ ആശയതലങ്ങൾ മാറും. ഒരാൾ ഒരിക്കലും ഒരു ആപത്തിൽ പെടാതെ, ഒരു ആപത്തുണ്ട്, ഒരു അപകടമുണ്ട്, പക്ഷെ ആ അപകടത്തിൽ പെടാതെ തന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക? അഫ്ലഹ എന്ന് പറയുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഖുർആൻ ഉപയോഗിച്ച ആ പദത്തിൻ്റെ പ്രയോഗം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ ഒരിക്കലും തോറ്റിട്ടില്ല, പക്ഷേ അവരുടെ മുന്നിലൊരു തോൽവിയുണ്ട്, ഒരു പരാജയമുണ്ട്, നരകം എന്ന് പറയുന്ന ഒരു പരാജയമുണ്ട്. ആ പരാജയത്തെ മനസ്സിലാക്കി അതിൽ അകപ്പെടാതെ അവർ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചിട്ടുള്ള ആളുകൾ, അവർക്കാണ് അഫ്ലഹ അല്ലെങ്കിൽ മുഫ്ലിഹൂൻ എന്ന് പറയുക. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ എന്ന നൂറിനെ, വെളിച്ചത്തെ ആരാണോ പിന്തുടരുന്നത് അവർ ഒരിക്കലും ഈ പറയുന്ന പരാജയത്തിൻ്റെ അപകടങ്ങളിൽ പെടാതെ തന്നെ അവർ വിജയിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ 2 ആയത്ത് നമ്മൾ പറഞ്ഞു. ഒന്ന് സൂറത്തു നിസായിലെ 174-ാമത്തെ ആയത്ത്, മറ്റൊന്ന് സൂറ അഅ്റാഫിലെ 157-ാമത്തെ വചനം. അവിടെയും ഖുർആനിനെ പറ്റി ഖുർആന് നൽകിയ പേര് അന്നൂർ എന്നാണ്. നിങ്ങൾ ആലോചിക്കുക, ഖുർആനിലെ 64-ാമത്തെ അധ്യായം അതിലെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, ഫആമിനു ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകരിലും അവർ വിശ്വസിക്കട്ടെ. എന്നിട്ടോ വന്നൂരില്ലദീ, അവർ ആ നൂറിനെയും, ഏതാ നൂറ്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ പ്രഭയെ അവർ അംഗീകരിക്കട്ടെ, അതിലും അവർ വിശ്വസിക്കട്ടെ എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നൂറാണ്, അത് വെളിച്ചമാണ് എന്ന് അള്ളാഹു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു എന്തിനാണ് റസൂലിനെ നിയോഗിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാണ് അള്ളാഹു പറഞ്ഞയച്ചത്? അപ്പോൾ നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ബാലപാഠങ്ങൾ പഠിക്കുന്ന ഏതൊരു മുസ്ലിമിനും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഏതാണെന്നറിയാം. അതുപോലെ തന്നെ ഇസ്ലാമിലെ അല്ലെങ്കിൽ ഇസ്ലാമിൽ കടന്നു വന്ന പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാം. അപ്പം നമുക്കറിയാം, പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിക്കുക, തൗറാത്തിന് ഏത് കാലം വരെയാണ് പ്രസക്തി ഉണ്ടായിരുന്നത്? ഇഞ്ചീലിന് ഏത് കാലം വരെയാണ് പ്രസക്തി ഉണ്ടായിരുന്നത്? സബൂറിന് ഏത് കാലം വരെയാണ് പ്രസക്തി ഉണ്ടായിരുന്നത്? എന്നാൽ ഖുർആനിന് ഏത് കാലം വരെ പ്രസക്തിയുണ്ട്?
അല്ലേ? സബൂർ, ആ സബൂറിന് അടുത്ത പ്രവാചകൻ്റെ വേദം ഇറങ്ങുന്നത് വരെയാണ് സബൂറിന് പ്രസക്തി. തൗറാത്തിന് ഇഞ്ചീൽ വരുന്നത് വരെയാണ് തൗറാത്തിൻ്റെ പ്രസക്തി. എന്നാൽ ഇഞ്ചീലിൻ്റെ പ്രസക്തിയോ അത് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് വരെ. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തിയോ ഇലാ യൗമിൽ ഖിയാമ, അത് ലോകാവസാനം വരെ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ, അതുകൊണ്ടാണ് ഖുർആനിനെ പറ്റി അന്നൂർ, അത് വെളിച്ചമാണ് എന്ന് അള്ളാഹു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതിൻ്റെ കാരണം പറയുന്നുണ്ട് ഖുർആനിലെ 65-ാം അധ്യായം അതിലെ 11-ാമത്തെ വചനത്തിൽ. എന്തിനാണ് അള്ളാഹു ഈ പ്രവാചകനെ നിയോഗിച്ചത്? റസൂലൻ യത്ലു അലൈക്കും, ഈ പ്രവാചകൻ, അള്ളാഹു നിയോഗിച്ച ആ പ്രവാചകൻ, യത്ലു, അവൻ പാരായണം ചെയ്തു തരുന്നു, ആ പ്രവാചകൻ ഓതിത്തരുന്നു. ഏത്? അള്ളാഹുവിൻ്റെ വചനങ്ങളെ നമ്മുടെ മുന്നിൽ പാരായണം ചെയ്തു തരുന്നു. എന്തിനു വേണ്ടിയാണ്? ലിയുഖ്രിജല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളെ മിനൽ ളുലുമാത്തി ഇലന്നൂർ, അവരെ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. അവിടെയും അന്നൂർ. ആലോചിച്ചു നിങ്ങൾ. അപ്പോൾ ഖുർആൻ എന്തിനാ? വിശുദ്ധ ഖുർആൻ മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന്. ഇനി 14-ാം അധ്യായം സൂറ ഇബ്രാഹിം അതിലെ 1-2 വചനങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഉ ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ. ഈ ഖുർആൻ എന്താ? ഈ ഖുർആൻ്റെ പ്രസക്തി എന്താ? ലിതുഖ്രിജന്നാസ്, മനുഷ്യരെ, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ്. മിനൽ ളുലുമാത്തി, എല്ലാ ഇരുട്ടുകളിൽ നിന്നും, ഇലന്നൂർ. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സ്ഥലത്ത് ബഹുവചനം പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ഏകവചനം പറഞ്ഞു. ഒരു സ്ഥലത്ത് ജംആണ്, മറ്റൊരു സ്ഥലത്ത് എന്താണ്? മുഫ്രദാണ്, അല്ലേ? സിംഗുലറും പ്ലൂറലുമാണ് ഉപയോഗിച്ച്. ളുലുമാത്ത് എന്നുള്ളത് എന്താ? പ്ലൂറലാണ്. എന്നാൽ ഈ ളുലുമാത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? സിംഗുലറാണ്, ഏകവചനാണ്, മുഫ്രദിലേക്കാണ്. എന്താ അതിൻ്റെ പ്രസക്തി? അതൊരു സിംഗുലർ ആണെങ്കിലും അതൊരു ഏകവചനാണെങ്കിലും അതിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ രംഗത്തും ഇടപെടാൻ കഴിയുന്നൊരു വെളിച്ചാണ്. അപ്പോൾ സകല ഇരുട്ടുകളിൽ നിന്നും, അജ്ഞതയെന്ന് പറയുന്ന, അസൂയ എന്ന് പറയുന്ന, പകയെന്ന് പറയുന്ന, മനുഷ്യൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളിലുള്ള, അവൻ്റെ ജീവിതത്തിലെ മറ്റ് വ്യവഹാരങ്ങളിലൊക്കെ സംഭവിക്കുന്ന എല്ലാ ഇരുട്ടുകളിൽ നിന്നും, അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു മനുഷ്യരെ കൊണ്ടുപോകുന്നത് വെളിച്ചത്തിലേക്കാണ്. ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥത്തിന് ഖുർആൻ നൽകിയ ഒരുപാട് പേരുകളിൽ ഒരു പേരാണേത്? അന്നൂർ എന്ന് പറയുന്നത്, വെളിച്ചം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഖുർആൻ ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളിൽ ഒരു പേര്, ഏറ്റവും പ്രസക്തമായ ഒരു പേരാണ് അന്നൂർ എന്നുള്ളത്. അന്നൂർ എന്നുള്ള പേര് അത് നമ്മൾ പഠിക്കുന്ന സൂറ നിസായിലെ 174-ാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട്. 64-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട്. 65-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനത്തിലും സൂറത്ത് ഇബ്രാഹിമിലെ 1-2 വചനങ്ങളിലുമൊക്കെ ഈ പരാമർശം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും. അത് പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാധാരണ നമ്മളൊക്കെ അല്ലെങ്കിൽ ആളുകളൊക്കെ കാലഘട്ടത്തെ പഴിചാരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാലഘട്ടം ശരിയല്ല, അല്ലെങ്കിൽ ഈ ലോകം ശരിയല്ല, ഈ ഘടന ശരിയല്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ആലോചിച്ച് നോക്കുക നിങ്ങൾ, അങ്ങനെ പറയാൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണോ ശരി? ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും ആ മനുഷ്യനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഏതാ? ഈ പറഞ്ഞ അന്നൂറ, ഈ വെളിച്ചമാണ്. നിങ്ങൾ ആലോചിച്ച് നമ്മൾ പറയും ഇത് ആധുനിക കാലഘട്ടമാണ് എന്ന് പറയും, ഇത് പുതിയ കാലഘട്ടമാണെന്ന് പറയും. ഈ ആധുനികവും പുതിയതും എന്നൊക്കെ പറയുന്നത് കേവലം ആപേക്ഷികം മാത്രമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്ന, മീഡിയകൾ ചർച്ച ചെയ്യുന്നതാണല്ലോ ആണവായുധം. ഈ ആണവായുധം ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്, അല്ലേ? അത് ആധുനികമാണ്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പക്ഷത്ത്, മറുപക്ഷത്ത് ഫിർഔൻ. അന്ന് ഫിർഔൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ഫിർഔനിൻ്റെ സൈന്യത്തിൻ്റെ അരികിലുള്ള ആയുധങ്ങളെപ്പറ്റി അന്നത്തെ കാലത്ത് എന്താ പറയുക? പഴയതെന്നാണ് പറയുക, ഇല്ലേ? നമ്മൾ ഇന്ന് 2025 നിന്നിട്ട് അതിനെന്ത് പറയും? അത് പഴയതാണെന്ന് പറയും. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫിർഔനിൻ്റെ കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങളെയും എല്ലാ ആയുധങ്ങളെയും അന്ന് എന്താ പറയുക? ആധുനികം എന്നാ പറയുക. ഇനി ഞാനും നിങ്ങളൊക്കെ മരണപ്പെട്ട് നമ്മുടെ മക്കളുടെ മക്കളോ ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ ഈ 2025 26 ഒക്കെ നമ്മൾ പറഞ്ഞ ആണവായുധങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? പഴയതായിരിക്കും. അപ്പോൾ ആധുനികം എന്ന് പറയുന്നത് അതൊരു ആപേക്ഷിക, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കും. ആ കാലഘട്ടത്തിൽ നമ്മൾ ഇസ്ലാമും ഖുർആനും നമ്മുടെ അരികിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ആണെങ്കിലും പ്രശ്നമില്ല, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും പ്രശ്നമില്ല, ഏത് ലോകത്ത് ജീവിച്ചാലും പ്രശ്നമില്ല. എന്നാൽ ഖുർആൻ മുറുകെ പിടിക്കാത്ത ഒരു ഉമ്മത്താണെങ്കിലോ ആ ഉമ്മത്ത് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും പരാജയപ്പെടും. ഈ ഒരു തിരിച്ചറിവ് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളൊക്കെ സജീവമായി അല്ലെങ്കിൽ പല കാര്യങ്ങളും മാറ്റി നിർത്തിയാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിന് ഇവിടെ വരുന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നതും ഭയപ്പെടുന്നതും നമ്മുടെ പുതിയ തലമുറയെ പറ്റിയാണ്. ആ പുതിയ തലമുറയ്ക്ക് പുതിയ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ സോഷ്യൽ മീഡിയയെ കുറ്റം പറയും, സംവിധാനങ്ങളെ കുറ്റം പറയും, നെറ്റും അങ്ങനെയുള്ള എല്ലാ ടെക്നോളജിയും നമ്മൾ കുറ്റം പറയും. പക്ഷേ അവർക്ക് ദീൻ എന്ന് പറയുന്നത് ലഭിക്കാവുന്ന എന്ത് അവസരമാണ് ഞാനും നിങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ആലോചിച്ച് നോക്കുക നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വചനം ഞാനും നിങ്ങളൊക്കെ ഏറെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ പറഞ്ഞത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറ, ഇസ്ലാം എന്ന് പറയുന്ന ഉമ്മത്തിൻ്റെ ആദ്യ തലമുറ, പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ ആ തലമുറ നന്നായത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. എന്താ റസൂലുള്ളാഹി പറയാ, ഈ ഉമ്മത്തിൻ്റെ അവസാന സമൂഹം അവർ നന്നാവൽ എന്തുകൊണ്ടാണ്? ഖുർആൻ കൊണ്ടാണ്. അവർ നന്നാവൽ എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, ഈ അവസാന കാലഘട്ടം എന്ന് പറയുന്ന അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കയ്യിൽ ഈ വേദം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി, ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ. ആ വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും അതിൻ്റെ പാരായണവും അതിൻ്റെ ആശയ തലങ്ങളിലേക്കും കടന്നു പോകാനുള്ള സാഹചര്യവും സന്ദർഭവും പുതിയ തലമുറയുടെ മുന്നിൽ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കി. സൂറത്തുൽ അഹ്സാബ് ഖുർആനിലെ 33-ാമത്തെ അധ്യായം, അതിലെ 34-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവുമൊക്കെ അവരവരുടെ വീടുകളിൽ നടക്കണം എന്ന് അള്ളാഹു പറയാം. ആലോചിച്ച് നോക്കി നിങ്ങൾ. വീടുകളിൽ ഖുർആനിൻ്റെ വചനം പഠിക്കുന്ന, പാരായണം ചെയ്യുന്ന, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന, അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാ അപകടങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാ പരിഹാരം അതാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. നേരത്തെ ഖുർആനിൻ്റെ ഒരു പേര് നമ്മൾ പറഞ്ഞു, നൂറാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത്. ഖുർആനിൻ്റെ മറ്റൊരു പദമാണ് അല്ലെങ്കിൽ ഖുർആനെ പറ്റി പറയുന്ന മറ്റൊരു വിശേഷണമാണ് എന്ത്? ഷിഫാ എന്നുള്ളത്. എന്താ ഷിഫാൻ്റെ അർത്ഥം? എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. എന്താ? ശമനം എന്നാണ്. ആലോചിച്ച് നിങ്ങൾ. ഷിഫാ എന്ന് പറഞ്ഞാൽ ശമനമാണ്. ഖുർആനിനെ പറ്റി ഖുർആൻ്റെ ഒരു വിശേഷണമായിട്ട് പറഞ്ഞ എന്താ? ശമനം എന്നാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്തുൽ ഇസ്രായിലുള്ള അള്ളാഹു ഈ ഖുർആനിനെ മനുഷ്യർക്ക് ശമനമായിട്ട് അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. ഖുർആനിൽ 2 സ്ഥലത്ത് മാത്രമേ ഷിഫാഇനെ ഖുർആൻ എന്നല്ലാത്ത അർത്ഥമുള്ളൂ. ഒന്ന് സൂറത്തുൻ നഹലിലാണ്, തേനീച്ചയെ പറ്റി പറഞ്ഞപ്പോൾ. തേനീച്ചൻ്റെ തേനിൽ എന്തുണ്ട്? ഷിഫ ഉണ്ട് എന്ന് 16-ാം അധ്യായം സൂറ അൻ-നഹലിലെ 68-69 ആയത്തുകളിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഷിഫ ആണ് എന്ന്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഖുർആനെ പറ്റി ഇതാ പരിഹാരം. ആലോചിച്ച് നോക്കി. നേർക്ക് നേരെ പറഞ്ഞാൽ ഇതാണ് എന്ത്? പരിഹാരം എന്ന് പറയുന്നത്.
അപ്പോൾ സൂറത്തു നിസാഉമായി ബന്ധപ്പെട്ട നമ്മൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പഠിച്ച് വന്നിട്ടുള്ള ആയത്ത് 94, 95 വരെയാണ്. ഈ ആയത്തുകൾക്കിടയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില വാചകങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഇന്ന ഫിസ് സമാഇ, ആകാശത്തിൽ, ല ഖംസു ആയാത്തിൻ, 5 വചനങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മാ യസുറുനി ബൈന ദുനിയ വമാ ഫിആ, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന 5 വചനങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ 5 വചനങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തു നിസായിലെ 5 ആയത്തുകളാണ്. ആ ആയത്തുകൾ ഏതാണെന്നും അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പം അത് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന 5 ആയത്തുകൾ ഏതാണ്? ഞാൻ ആയത്തിൻ്റെ അർത്ഥമൊന്നും പറയില്ല, നിങ്ങൾ പഠിച്ച ആയത്തുകളാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കുക, സൂറത്തു നിസായിലെ 31-ാമത്തെ ആയത്താണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് സന്തോഷം നൽകുന്ന 5 വചനങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ 5 വചനങ്ങളും സൂറത്തു നിസായിലുള്ള വചനങ്ങളാണ്. അതിലൊന്ന് സൂറത്തു നിസായിലെ 31-ാമത്തെ ആയത്ത്. പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ചതല്ലേ, ഒന്ന് പറഞ്ഞു നോക്കി. ഇൻ തജ്തനിബു, കിട്ടിയോ? ഇൻ തജ്തനിബു കബായിറ, അല്ലേ, വലിയ പാപങ്ങളെ നിങ്ങൾ വെടിയുക, അല്ലേ. ഇൻ തജ്തനിബു കബായിറ മാ തുൻഔന അൻഹു, അള്ളാഹു നിരോധിച്ച വൻ പാപങ്ങളെ, വലിയ ദോഷങ്ങളെ നിങ്ങൾ വെടിഞ്ഞുകൊള്ളുക. അങ്ങനെ വലിയ ദോഷങ്ങൾ വെടിയുകയാണ് എങ്കിൽ നുകഫിറ അൻകും സയ്യിആതിക്കും, അതാണ് അള്ളാഹിൻ്റെ വാഗ്ദാനം. അള്ളാഹു പാപങ്ങൾ എന്താക്കി തരും? പുറത്തു തരും. നുകഫിറു എന്ന് പറഞ്ഞാൽ കഫാറത്ത്, പ്രായശ്ചിത്തമാണ്. അതിന് പരിഹാരമുണ്ട്. ആ പാപങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെ അള്ളാഹു മാപ്പാക്കി നൽകും എന്നാണ്. ഈ വചനമാണ് അദ്ദേഹം പറയുന്ന 1-ാമത്തെ ആയത്ത്. അദ്ദേഹത്തിന് ഏറെ സന്തോഷമുള്ള, അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ ആകാശഭൂമിയിലുള്ളതിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഖുർആനിലെ 5 വചനങ്ങളിൽ ഒരു വചനമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലിയ ദോഷങ്ങളെയും പാപങ്ങളെയും ആര് ഒഴിവാക്കുന്നോ, ഉപേക്ഷിക്കുന്നുവോ, അവന് അള്ളാഹു അവൻ്റെ ചെറിയ പാപങ്ങളെ, തെറ്റുകളെ അള്ളാഹു മാപ്പാക്കി കൊടുക്കുകയും അവൻ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗം നൽകുകയും ചെയ്യും എന്ന് പറയുന്ന വചനമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരാണ് ഏറ്റവും നല്ല ഭക്തൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ഭക്തൻ ആരാണെന്ന്. ഭക്തൻക്ക് നമ്മൾ പറയുന്ന അറബിയിലുള്ള പദം ഏതാ? അല്ലേ, ആബിദ് എന്നാ പറയുക. അപ്പോൾ ആരാണ് ഏറ്റവും നല്ല ഭക്തൻ? പള്ളിയിൽ 24 മണിക്കൂറും പള്ളിയിലുള്ള ആരാധനകളുള്ള, ഇബാദത്തുകളുള്ള ആളാണോ ഭക്തൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തൻ എന്നതിന് നൽകിയ നിർവചനം എന്താ? സാധാരണ ഭക്തൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നേരെ പോകില്ല എവിടേക്കാ? പള്ളിയിലേക്കായിരിക്കും, നിസ്കാരത്തിലേക്കൊക്കെ ആയിരിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് പറഞ്ഞു, 5 കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് നിങ്ങൾ പഠിച്ചാൽ പോരാ, ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നവന് മാത്രമേ ഞാനിത് പഠിപ്പിക്കുള്ളൂ. ഇത് കേട്ട ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ വലത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, റസൂലേ ഞാനുണ്ട്, എനിക്ക് പറഞ്ഞു തരണം എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത 5 കാര്യങ്ങളിലെ 1-ാമത്തെ കാര്യം ആരാണ് ഭക്തൻ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ആരാണ് ഭക്തൻ. ഇത്തഖിൽ മഹാരിം, നീ ഹറാമുകളെ സൂക്ഷിക്കുകയാണ് എങ്കിൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭക്തൻ നീയാണ്. അഅബദ് എന്ന് പറഞ്ഞാൽ അഫ്അൽ വസന എന്ന് പറഞ്ഞാൽ കബീർ പറഞ്ഞാൽ വലുത്, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൻ, അല്ലേ. അബീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആബിദ് എന്ന് പറഞ്ഞാൽ ഭക്തൻ. അഅബദ് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭക്തിയുള്ളവൻ. അപ്പോൾ ആരാ ഏറ്റവും നല്ല ഭക്തിയുള്ളവൻ? ഹറാം ജീവിതത്തിലില്ലാത്തവൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക? ജീവിതത്തിൽ ഹറാമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അവന് ആരാധനാ അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ ഉള്ളവനായിരിക്കും.
ആലോചിക്കുക നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഭക്തൻ ആരാന്ന് പറഞ്ഞേ? ജീവിതത്തിൽ എന്തില്ലാത്തവനാണ്? ഹറാം ഇല്ലാത്തവനാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമസ്കാരത്തിന് റുഖ്സുണ്ട്, ഇളവുണ്ട് അല്ലേ? നമസ്കാരത്തിന് യാത്രക്കാരനാണെങ്കിൽ ജംഉം കസറുണ്ട്. അതേപോലെ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം, അതിന് ഇളവുണ്ട്. നോമ്പുകാരനാണെങ്കിലും ഇളവുണ്ട്. ആരാധനകളിലേ ഇളവുള്ളൂ, ഹറാമിൽ ഇളവില്ല. ആലോചിക്കുക നിങ്ങൾ, ആരാധനകളിലല്ലേ ഇളവുള്ളൂ. ഇന്ന് സ്വതക്ക കൊടുക്കാൻ പറ്റാത്തവനാണെങ്കിൽ നാളെ അവൻ്റെ സാഹചര്യം അനുസരിച്ച് അവന് കൊടുക്കാം. ഈ വർഷം സക്കാത്ത് കൊടുക്കാൻ സാധ്യമല്ലാത്തവന് അടുത്ത വർഷം അവൻ്റെ സാമ്പത്തിക ഇടപാട് ഒരു വർഷം കണക്കുകൂട്ടി അവന് കൊടുക്കാം അല്ലേ? പള്ളിയിൽ ജുമാക്ക് പോകാൻ സാധ്യമല്ലാത്ത രോഗിയായി കിടക്കുന്നവന് ഇളവുണ്ട്, യാത്രക്കാരന് ഇളവുണ്ട്. പലിശയിൽ എന്ത് ഇളവാണുള്ളത്? ഹറാമിൽ എന്ത് ഇളവാണുള്ളത്? ആലോചിച്ചൊക്കെ നിങ്ങൾ. നിങ്ങൾക്ക് സാധിക്കും പ്രകാരം ചെയ്യുക. അവൻ്റെ ശാരീരിക മാനസിക അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാൻ പറഞ്ഞ കാര്യം ഏതാ? ഇബാദത്തിൻ്റെ കാര്യമാണ്. മസ്തതഅ്തും, സാധിക്കുന്ന പ്രകാരം ചെയ്യുക. എന്നാൽ ഹറാമോ? അതിൽ കോംപ്രമൈസ് ഇല്ല. ആലോചിച്ച് നിങ്ങൾ, ഹറാമിൻ്റെ അത് വ്യക്തമായാൽ, അത് തിന്മയാണെന്ന് ബോധ്യമായാൽ, അത് ശരിയല്ലെന്ന് ബോധ്യമായാൽ പിന്നെ അവിടെ ഇളവില്ല ഇസ്ലാമിൽ. ആലോചിച്ച് നിങ്ങൾ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ വചനം എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന വചനമാണ്. ഏതാണ് ആ വചനം? വലിയ ദോഷങ്ങളെ, പാപങ്ങളെ വെടിയുക എന്നുള്ളത്, അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത്, തിന്മയാണ് എന്ന് ബോധ്യമായ ഒരു കാര്യം പിന്നെയും പിന്നെയും ജീവിതത്തിൽ നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് വിഡ്ഢി, ആരാണ് ബുദ്ധിമാൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആരാ ബുദ്ധിമാൻ, ആരാ വിഡ്ഢി? റസൂലുള്ള പറയാ, അൽ കയ്യീസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ടവനാണ്. വ അമില ലിമാ ബഅദൽ മൗതി, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുകയും ചെയ്തവനാണ് ആര്? ബുദ്ധിമാൻ, വിവേകി. എന്നാൽ വിഡ്ഢി ആരാ? അവൻ അവൻ്റെ ഇച്ഛക്കനുസരിച്ച് അങ്ങനെ പോകും. എന്നിട്ട് വതമന്ന അലല്ലാ, അതൊക്കെ അള്ള മാപ്പാക്കിക്കോളും, അതൊക്കെ അള്ള വിട്ടുതരും, അതൊക്കെ അള്ള പുറത്തുതരും. ആലോചിക്കുക നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവേകിയെയും അവിവേകിയെയും ബുദ്ധിമാനെയും വിഡ്ഢിയെയും ആരാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. തൻ്റെ മനസ്സിനെ കടിഞ്ഞാനിട്ടവനാ, ആത്മനിയന്ത്രണമുള്ളവനാ, ഹറാമിൽ നിന്ന് വിട്ടുനിന്നവനാ. വിഡ്ഢി ആരാ? ഓനാ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകും. എന്നിട്ടോ വതമന്ന അലല്ലാ, ഇതൊക്കെ അള്ള വിട്ടെന്നോളും, ഇതൊക്കെ അള്ള മാപ്പാക്കി തന്നോളും എന്നാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആകാശഭൂമികൾക്കിടയിൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു വചനം സൂറത്തു നിസായിലെ 31-ാമത്തെ വചനം. അടുത്തത് ഏതാണ്? അടുത്ത 40-ാമത്തെ വചനമാണ്. ഏതാ 40-ാമത്തെ വചനം? എടുത്തു നോക്കി, 40-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ അല, എന്താണ് അതിൻ്റെ ആശയം പറഞ്ഞു നോക്കി. അള്ളാഹു ഒരിക്കലും അല്ലേ, ഒരു അണുതൂക്കം പോലും അള്ളാഹു എന്ത് കാണിക്കുകയില്ല? ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല. അള്ളാഹു നീതിമാനാണ്. അലൈസല്ലാഹു ബി അഹക്കമിൽ ഹാക്കിമീൻ, നീതിമാന്മാരിൽ ഏറ്റവും നല്ല നീതിമാൻ ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ ചെയ്ത ഒരു നന്മയെ, ആ നന്മ പോലും നിസ്സാരമായി കാണാതെ അതിൻ്റെ പ്രതിഫലം തരുന്നവനാണ് റഹ്മാനായ റബ്ബ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയൊരു തിന്മ അല്ലേ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. നല്ല പ്രായം ചെന്ന ഒരാൾ പ്രവാചകൻ്റെ അരികിൽ വന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് കൂടുതൽ ദീർഘമായി നമസ്കരിക്കാൻ, കൂടുതൽ ആരാധനകൾ ചെയ്യാനുള്ള തോക്കത്തൊന്നുമില്ല. കാരണം എന്താണ്? പ്രായമായിട്ടുണ്ട്, രോഗാവസ്ഥയിലാണ്. പക്ഷെ എനിക്ക് സ്വർഗം വേണം. ഞാൻ എന്താ ചെയ്യേണ്ടേ? എനിക്ക് സ്വർഗം ലഭിക്കാൻ ഞാൻ എന്ത് തീരുമാനം എടുക്കണ്ടേ? അതിന് റസൂലുള്ള ഓതിക്കൊടുത്തത് ഈ 2 ആയത്താണ്. എന്താ 2 വചനം? ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്ക നന്മയാണോ അത് നിർവഹിക്കുക, തിന്മയാണോ അത് ഉപേക്ഷിക്കുക. ഇത് കേട്ട് ആ മനുഷ്യൻ, ആ സ്വഹാബി മടങ്ങിപ്പോകാണ്. അപ്പോൾ റസൂലുള്ള പറയാ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ആ മനുഷ്യനെ നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളെ കാണണമെങ്കിൽ അവിടേക്ക് നോക്കുക. എന്താ മനുഷ്യ എടുത്ത തീരുമാനം? എൻ്റെ ജീവിതത്തിൽ നന്മയാണ് എന്ന് ബോധ്യമായാൽ ആ നന്മ ചെറുതോ വലുതോ ആകട്ടെ, ആ നന്മ ഞാൻ പ്രവർത്തിക്കും. തിന്മയാണോ, ആ തിന്മ ഞാൻ ഉപേക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ വചനമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് സൂറത്തു നിസായിലെ 40-ാമത്തെ ആയത്താണ്. ആ ആയത്തിൻ്റെ ആശയം എന്താ? അള്ളാഹു ഒരു അണുമണി തൂക്കം പോലും ഒരാളോടും അള്ളാഹു എന്ത് കാണിക്കുകയില്ല? അനീതി കാണിക്കുകയില്ല. അള്ളാഹു നീതിമാനാണ് എന്ന്. ഇനി അടുത്ത വചനം ഏതാ? സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്ത്. ഒന്നെടുത്ത് നോക്കി, 48-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ ലാ അൻ യുശ്റക ബിഹി. ഈ വചനം 2 തവണ വന്നിട്ടുണ്ട് കേട്ടോ ഈ അധ്യായത്തിൽ തന്നെ. 48 കഴിഞ്ഞ് 96 95 നിങ്ങൾ നോക്കണം, നമ്പർ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സൂറത്തു നിസായിൽ തന്നെ ഈ വചനം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ ആയത്തിൻ്റെ ആശയം? അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കുന്നതിന് എന്താക്കുകയില്ല? പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക്. അതിന് താഴെയുള്ളത് ഒരു പക്ഷെ അള്ളാഹു എന്താക്കാം? പുറത്തു തരാം. അപ്പോൾ ജീവിതത്തിൽ ഷിർക്കില്ലാതെ, പാപമില്ല അല്ലേ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അപകടകരമായ ഷിർക്ക് സംഭവിക്കാത്ത തൗഹീദിൽ അടിയുറച്ച് നിന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ ആരാധനകളൊക്കെ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മർമ്മത ഞാൻ അതിന് ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, വലിയ ആളുകളൊക്കെ ഓടിപ്പോകുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പം ഈജിപ്തിൽ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്കാമുണ്ട്. ആ മക്കാമത ഈ കലണ്ടറൊക്കെ നിൽക്കുന്ന അത്ര ഹൈറ്റുണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റേതാണെന്ന് പറഞ്ഞിട്ടുള്ള മക്കാമ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ മക്കാമുണ്ട്, അതും ഇത്ര വലുപ്പമുണ്ട്. അതേപോലെ ഇമാം ബൂസിരിയുടെ മക്കാമുണ്ട്. അവിടെ ഒരുപാട് മക്കാമുകളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മക്കാമിൽ പോയത് അവിടെയാണ്. 8ഓളം മക്കാമിൽ പോയി. ഈ മക്കാമ് കാണുന്നിടത്ത് ആളുകൾ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയും, ആണും പെണ്ണും നമ്മളിവിടെ കാണുന്നതിൻ്റെയൊക്കെ എല്ലാ തരവും നമുക്കവിടെ കാണാൻ പറ്റും. പച്ചയുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ മക്കാം എന്ന പദത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം എന്താ? ആ മക്കാം എന്ന പദം വരുന്ന ഏതിൽ നിന്നാണ്? കാമ എന്ന് പറഞ്ഞാൽ കിടന്നു എന്നാണോ നിന്നു എന്നാണോ? നിന്നു എന്നാണ് അല്ലേ? അപ്പോൾ മക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഭാഷാപരമായി തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന മക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഖുർആനിൽ മക്കാമിനെ പറ്റി പറയുന്നുണ്ട്, 2 മക്കാമിനെ പറ്റി അല്ലേ? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. നിങ്ങൾ ഇബ്രാഹിം നബിൻ്റെ മക്കാമ് സ്വീകരിക്കണം. ആലോചിച്ച് നോക്കി, ഖുർആനിലെ കൽപ്പനയാണ്, നിങ്ങൾ മക്കാമിൻ്റെ അരികിൽ പോകണം. ആ മക്കാം ഏതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കാമാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ആ മക്കാമിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്തായിട്ടാണ്? മുസല്ലയായിട്ടാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുന്നതല്ല, അത് ഇബ്രാഹിം നബിയുടെ മക്കാമാണ്. അവിടെ എങ്ങനെ മക്കാമിൻ്റെ രൂപം? ആലോചിച്ച് നോക്കി. ഹജ്ജിന് ഉംറക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മളിൽ, ആലോചിച്ച് നോക്കി എങ്ങനെ അവിടുത്തെ മക്കാമ് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇനി അള്ളാഹിൻ്റെ മക്കാമിനെ പേടിക്കണം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മക്കാമിനെ, വലിമൻ ഖാഫ മക്കാമി, അതെ എൻ്റെ മക്കാമിനെ നിങ്ങൾ പേടിക്കുക. അള്ളാഹിൻ്റെ മക്കാമ്, ഖുർആനിലുള്ള മക്കാമ ഒന്നതാ. പിന്നെ ആരെ മക്കാമല്ലേ? ഇബ്രാഹിം നബിൻ്റെ മക്കാമ. ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ മക്കാമെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന സമയം, അള്ളാഹിൻ്റെ അരികിൽ നിൽക്കുന്നത്. വലിമൻ ഖാഫ മക്കാമി, എൻ്റെ മക്കാമിനെ അവർ ഭയപ്പെടട്ടെ എന്ന്. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന മക്കാമിൻ്റെ സ്ഥിതി, മക്കാമിൻ്റെ അവസരം എന്താ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്തിൽ പറയുന്ന അള്ളാഹു പൊറുക്കാത്ത പാപം ഷിർക്കാകുന്നു എന്ന്. ഇനി 4-മതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനമേതാ? സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത്. ഒന്ന് എടുത്തു നോക്കി, നിസായിലെ 64. അതിൻ്റെ അവസാന ഭാഗത്തില്ലേ, വലൗ അന്നഹും അല്ലേ, 64 തന്നെയുള്ളത്. വലൗ അന്നഹും, അവർ അക്രമം പ്രവർത്തിച്ചിട്ട് ആരുടെ അരികിലേക്ക് വരട്ടെ? അല്ലേ, പ്രവാചകൻ്റെ അരികിലേക്ക്
വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെടുത്ത നിലപാട്, സമീപനങ്ങൾ, ആ സമീപനങ്ങളും നിലപാടുകളും തെറ്റാണ് എങ്കിൽ അവരത് തിരുത്തിക്കൊള്ളട്ടെ, അവർ നിലപാടുകളെ ശരിയാക്കിക്കൊള്ളട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളിലേക്ക് അവർ മടങ്ങട്ടെ എന്നാണ് ആ വചനത്തിലൂടെ അള്ളാഹു എന്താക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 65-ാമത്തെ ആയത്തിൽ ഏറെ ഗൗരവമുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ പറ്റി പറഞ്ഞേ. അവിടെ ഒരു സത്യം ചെയ്തിട്ട് പറയുന്നുണ്ട്. എന്താ 65-ാമത്തെ ആയത്തോട് ഇങ്ങനെ ഫലാ വറബ്ബിക, അല്ലേ? എന്താ ഫലാ വറബ്ബിക, അള്ളാഹുവാണേ സത്യം, അള്ളാഹുവാണേ സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിച്ചാൽ, പ്രവാചകൻ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ, പിന്നെ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, മനസ്സിൽ ചൊറിച്ചിലുണ്ടാകാൻ പാടില്ല എന്ന് ആലോചിച്ച് നോക്കി. ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു തീരുമാനത്തിൽ പിന്നെ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, അതിൽ ആശങ്കപ്പെടാൻ പാടില്ല, അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ പാടില്ല. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തൊക്കെ മുഫസ്സിരീങ്ങൾ നൽകുന്നത് സുന്നത്തിൻ്റെ പ്രാധാന്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നമുക്ക് കാണിച്ചെന്ന പഠിപ്പിച്ചെന്ന സുന്നത്തുകൾ എടുക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. ആ സുന്നത്തുകളെ ലാഘവത്തോടുകൂടി കാണരുത് എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം 4-ാമത്തെ ആയത്തും നമ്മൾ പറഞ്ഞു. അവസാനത്തെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനത്തത് 110-ാമത്തെ വചനാണ്. നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ? അതൊന്ന് എടുത്തു നോക്കി, ആയത്തെടുത്ത് നോക്കി. വമൈ അമൽ എന്ന് കാണാം. വമൈ അമൽ അല്ല, സൂഅൻ എന്താണത്? ഇനി ആരെങ്കിലും ഒരു ഒരു ചീത്ത, ഒരു തിന്മ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഒരു അക്രമം പ്രവർത്തിച്ചു, അങ്ങനെയെങ്കിൽ അവൻ അള്ളാഹുവിനോട്, അല്ലേ, ഇസ്തിഗ്ഫാറിനെ തേടണം. അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടണം. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളെന്ന നിലക്ക് പോരായ്മകളും അബദ്ധങ്ങളും വീഴ്ചകളൊക്കെ സംഭവിക്കുന്നവരാണ്. പക്ഷേ അത് റഹ്മാനായ റബ്ബിനോട് ഏറ്റുപറയാനുള്ള മനസ്സും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസ്ഥയുമൊക്കെ എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകണം. ഞാനിതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം, തൗബ എന്നുള്ളത് ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അള്ളാഹുവിൽ നിന്ന് അത് ഉപേക്ഷിച്ച് ആ തിന്മയിൽ നിന്ന് ഞാൻ മടങ്ങാണ്, ഇനി അതിലേക്കില്ല എന്ന് പറയുന്നതാണ് ഏത്? തൗബ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പാപങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് തേടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മളെന്ത് പറയുക? അസ്തഗ്ഫിറുല്ലാ, ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരു മുഅ്മിനിനെ, ഒരു മുസ്ലിമിനെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ അധികരിക്കുന്ന ഉമ്മത്തിലെ, സമൂഹത്തിലെ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകുന്ന. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യം അതാ. ഖുർആനിലെ 71-ാം അധ്യായം സൂറ നൂഹിൽ അത് കാണാം. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ നമ്മൾ ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹത്തിന് ഏറെ സന്തോഷം നൽകുന്ന 5 വചനങ്ങളെ പറ്റിയാണ് പറഞ്ഞ്. ആ ആയത്ത് നമ്പർ ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെ അവസാനിപ്പിക്കാം? ഒന്ന് 31-ാമത്തെ ആയത്ത്, മറ്റൊന്ന് 40-ാമത്തെ ആയത്ത്, 48-ാമത്തെ ആയത്ത്, 64-ാമത്തെ ആയത്ത്, 110-ാമത്തെ ആയത്ത്. ഇനി ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെ തലക്കെട്ട് മാത്രം ഞാൻ പറഞ്ഞു പോകാം. ഒന്ന് ഖലായ അൽ മർഅ. ഈ അധ്യായത്തിന് ഈ പേര് കിട്ടാൻ കാരണം സ്ത്രീ, അല്ലേ, സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരുപാട് അവകാശങ്ങളെ പറ്റി പറയുന്ന ഒരു അധ്യായമായത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രതിപാദ്യ വിഷയം. 2 ഹുഖൂഖുൽ ഐതാമ വൽ അബീദ്. അടിമകളെ പറ്റിയും യതീമകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതാണ് 2ാമത്തെ വിഷയം. 3ാമത്തത് തൻലീമുൽ ഉസ്റ. ഒരു ആ കുടുംബത്തിൻ്റെ തൻലീമ്, അതിൻ്റെ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, ചിട്ടം എങ്ങനെയായിരിക്കണം എന്ന് ഈ അധ്യായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്
എന്താണ് ബയാനു അഹ്കാമിൽ മീറാസ്, അനന്തരാവകാശങ്ങളെപ്പറ്റി കൃത്യമായി പ്രതിപാദിക്കപ്പെടുന്ന അധ്യായമാണ് ഈ അധ്യായം അല്ലേ. മീറാസിനെ പറ്റി, അനന്തരാവകാശത്തെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. പിന്നെ ഈ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? അത്തഹദീറു മിനൽ ഫിതൻ, കുഴപ്പങ്ങളിൽ നിന്ന്, മുനാഫിക്കീങ്ങളുടെ കുഴപ്പങ്ങളിൽ നിന്ന് കരുതിയിരിക്കണം, മുൻകരുതലെടുക്കാൻ ഈ അധ്യായം നമ്മളോട് പറയുന്നുണ്ട്. പിന്നെന്താണ്? തസ്ഹീഉൽ അഖീദ, വിശ്വാസത്തെ, ശരിയായ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ ഈ അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിൽ തറയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിലേറ്റി എന്ന് പറയുന്ന വാദത്തെ ഖുർആൻ ഖണ്ഡിക്കുന്നത് ഈ അധ്യായത്തിലൂടെയാണ്. അതിൽ 140 മുതലുള്ള വചനങ്ങൾ എത്തുമ്പോൾ പഠിക്കാൻ പറ്റും. അമാ ശുഭ്യ, അവർക്ക് ആൾ മാറിപ്പോയതാണ്, അവർ വിചാരിക്കുന്നതല്ല, ബൽ റുഫി അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയതാണ് എന്നൊക്കെ പറയുന്നു. അപ്പം അഖീദയെ പറ്റി പറയുന്നുണ്ട്. അവസാനം നീതിയെപ്പറ്റി പറയുന്നുണ്ട്. സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും നീതിയുടെ പക്ഷത്ത് നിൽക്കണം. കുടുംബത്തിനും മാതാപിതാക്കൾക്കുമൊക്കെ എതിരാണെങ്കിലും ഏതിൻ്റെ പക്ഷത്ത് നിൽക്കണം? നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ഇനി നീതി കിട്ടേണ്ടവന് ഫക്കീറാണെങ്കിൽ, ഇപ്പുറത്ത് നിൽക്കുന്ന ഖനി സമ്പന്നനാണെങ്കിലും ആരെ കൂടെ നിൽക്കണം? ഫക്കീറിൻ്റെ കൂടെ നിൽക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിലെ ആകത്തുകയായിട്ട് അള്ളാഹു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും അതിൻ്റെ ആശയങ്ങളെയും ആ അർത്ഥത്തിൽ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും പോരായ്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.